ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രാമത്താണ്. ആശ്രാമത്ത് ഒരു പുതിയ ഷോ വന്നു, ടൈറ്റാനിക്. അതാണ്ട് ഈ കാണുന്നതാണ് ടൈറ്റാനിക് കപ്പലിലെ സെയിം രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഷോയാണ്. നമ്മൾ ടൈറ്റാനിക് കപ്പലെന്ന് കേട്ടിട്ടില്ലേ? അതിനകത്ത് കയറിയാൽ എങ്ങനെയാണ് നമുക്കുള്ള എക്സ്പീരിയൻസ് എന്ന് അറിയുന്നതിന് വേണ്ടി ആശ്രാമം മൈതാനത്ത് വന്ന ഒരു ഷോയാണിത്. അതിനകത്ത് ലവേഴ്സിൻ്റെ പടമെല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ടൈറ്റാനിക്കിനകത്തേക്ക് കടന്നു. വഴിയിലെല്ലാം ഇങ്ങനെ കണ്ട് അകത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ ഭിത്തിയിലെല്ലാം പലതരത്തിലുള്ള അതിൻ്റെ എൻജിനീയേഴ്സിൻ്റെയും പിന്നെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൊത്തുപണികൾ പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു. അതിൻ്റെ രണ്ട് സൈഡിലും അതിങ്ങനെ കണ്ട് നമുക്ക് അകത്തേക്ക് പോകാം. ഇടയ്ക്കെല്ലാം സെക്യൂരിറ്റിമാരെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നടന്ന് അകത്ത് ചെന്ന് നോക്കുമ്പോൾ താഴോട്ട് പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ കണ്ട കാഴ്ചയാണിത്. അവിടെ വളരെ പലതരത്തിലുള്ള തൂണുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു സിനിമാ സെറ്റിൻ്റെ ഒരു കൊട്ടാരം പോലെയൊക്കെയുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ താഴോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഞാനങ്ങനെ താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ അവിടെ നല്ല പൂക്കളൊക്കെ നല്ല ക്രമീകരിച്ചിരിക്കുന്നു. വളരെ അതിൻ്റെ ലൈറ്റ് സെറ്റിങ്ങും എല്ലാമായിട്ട് കാണാൻ വളരെ രസമാണ്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ നിന്നൊരു വീഡിയോ എടുക്കാമെന്ന്, ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ഞാനും മറ്റുള്ള ആൾക്കാരെല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. ആൾക്കൂട്ടത്തിൽ ഞാനും അവരോടൊപ്പം ചേർന്ന് നടന്നു. ആ ഭിത്തിയിലെല്ലാം സൈഡിൽ കണ്ടില്ലേ അതിൻ്റെ പിന്നെ ഈ കപ്പലിൻ്റെ ബ്ലൂ പ്രിൻ്റ് മാത്രമല്ല, പിന്നെ സൈഡിലൊക്കെ എൻജിനീയേഴ്സിൻ്റെയും അവരുടെയും പിന്നെ ഒരു ടൈറ്റാനിക്കിൻ്റെ ഒരു മോഡൽ അതുകൊണ്ട് അവിടെ ഞാൻ കണ്ടു. കുറച്ചങ്ങ് അകലെയായിട്ട് കണ്ടു. കുട്ടികളൊക്കെ അതിൻ്റെ മുമ്പിൽ കിടന്ന് കളിക്കുന്നുണ്ട്. എനിക്കതിൻ്റെ മുമ്പിലേക്ക് നടന്ന് കാണണമെന്ന് തോന്നി. ഞാനങ്ങനെ അവിടെ ചെന്ന് നിന്നു. അപ്പോൾ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ മോൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. നല്ല ഒരു സീനാണിത്. അപ്പോൾ അവിടെ 2 സ്റ്റെപ്പ് പോലെ കണ്ടു. എനിക്കൊന്നിരിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ ആ ടൈറ്റാനിക്കിൻ്റെ സ്റ്റെപ്പിലിരുന്നു. ഒരു മോൾ എൻ്റെ അടുത്തേക്ക് വന്നു. ആ മോൻ വന്ന് മോളെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ഞാൻ ഭിത്തികളിൽ എല്ലാം കൊത്തി വച്ചിരിക്കുന്നത് കണ്ടില്ലേ കൂട്ടുകാർ? അതെല്ലാം അതിൻ്റെ കപ്പലിനകത്തുള്ള ആളുകളും അതിൻ്റെ അതൊക്കെയാണ് അതിൻ്റെ കൊത്തുപണികൾ. പിന്നെ ടൈറ്റാനിക്കിൻ്റെ ബ്ലൂ പ്രിൻ്റ് അതാണിത്. അങ്ങനെ ഞാൻ ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. സിനിമയിലുള്ള ഡ്രസ്സ് അതാണ് ആ ഭിത്തിയിൽ കണ്ടത്. ആ എല്ലാം അതിനകത്തുള്ള കാര്യങ്ങളാണ്. ആ കപ്പിത്താൻ്റെ കറക്കുന്ന സാധനം കണ്ട സ്റ്റിയറിങ്. എനിക്ക് സത്യത്തിൽ ഇത് മനസ്സിലായില്ല. ഞാൻ ആ കസേരയിലിരുന്ന് ആ ബെഞ്ചിലിരുന്ന് കുറച്ച് സമയം ഇത് നോക്കിക്കൊണ്ടിരുന്നു. ഈ സെക്യൂരിറ്റി എന്തിനാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് പോയി തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എൻ്റെ മോനാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇത് കപ്പലിൽ പോകുമ്പോൾ ചെയ്യുന്ന ഇങ്ങനെ നാവിഗേഷൻ നടത്തുന്നതാണെന്ന്. അങ്ങനെ ടൈറ്റാനിക്കിനകം എല്ലാം കണ്ടത്. ഒരുപാടൊന്നും കാണാനില്ല, കുറച്ചേ ഉള്ളൂ. ഉള്ളത് അടിപൊളിയാണ്. അത് കണ്ടിറങ്ങുമ്പോഴാണ് ഗുണ കേവ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഭയങ്കര സെറ്റിങ്ങാണ് ഈ ഗുണ കേവ് എന്ന് പറയുന്നത്. അതിനകത്തേക്ക് ഞാൻ പ്രവേശിച്ചു. എൻ്റെ തൊട്ട് മുൻപിലുള്ള ആളുകളൊക്കെ അങ്ങ് നടന്നു പോയി. ഓരോ പ്രകാശം കാണുന്നതിനനുസരിച്ച് ഞാനെങ്ങനെ മെല്ലെ അകത്തേക്ക് നടന്നു. ഒരു ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഫീലിങ്ങും അതിനകത്ത് കയറുമ്പോഴുണ്ട്. നല്ല ഒരു കുളിർമയും തണുപ്പും ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. ഇതിനകത്ത് കുറച്ച് സമയം അങ്ങനെ നമ്മൾ മെല്ലെ നടന്ന് ഈ കാഴ്ചകളെന്ന് പറയുന്നത് അതിൻ്റെ ആ മുകളിലത്തെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഈ വലിയ പടർന്ന് കിടക്കുന്ന ഇഴവള്ളികൾ പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ ഒരു കാട്ടിനകത്ത് ഗുഹയ്ക്കകത്ത് കിടക്കുന്ന ഒരു ഫീലാണ്. അങ്ങനെ ഞാൻ ആ ഫീലുമായിട്ട് വളരെ
ഹാപ്പിയായിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ഗുണ കേവോടുകൂടി ഈ ടൈറ്റാനിക്കിൻ്റെ ഇത് കഴിയുകയാണ്. പിന്നെ കുറേ കച്ചവടങ്ങൾ അതൊക്കെ പുറത്താണ്. ഈ ഗുണ കേവ് കഴിഞ്ഞ് ഇറങ്ങിയാൽ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ കളികൾ അതിനായിട്ട് കുറേ പിന്നെ കാര്യങ്ങളൊക്കെ പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഉള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.